ഹായ് ഫ്രണ്ട്സ്, ഹെക്സെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബൂട്ട്സ്ട്രാപ്പിന്റെ ഒരു കമ്പോണന്റ് ആയ ബട്ടൺ, അതുപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പിന്റെ മറ്റൊരു കമ്പോണന്റ് ആയ അലേർട്സ് എന്ന് പറയുന്ന രണ്ട് ക്ലാസ്സസിനെ പറ്റിയാണ്. അതായത് ബട്ടൺ ആൻഡ് അലേർട്സ്. അപ്പോൾ നമുക്ക് സ്റ്റൈൽ ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം യൂസ്ഫുൾ ആവുന്ന രണ്ട് കമ്പോണൻസ് ആണ് ബട്ടൺ ആൻഡ് അലേർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അതിന്റെ ഫങ്ഷൻസ്, എങ്ങനെയാണ്, എന്താണെന്നൊക്കെ ഉള്ളത് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ബട്ടൺസിന്റെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സിൽ അതിന് വേണ്ടിയിട്ട് ബൂട്ട്സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്ക് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് അതേപോലെ തന്നെ നമ്മൾ പഠിച്ച യൂട്ടിലിറ്റി ക്ലാസ് ആയ കളർ ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് കൊടുത്ത് ഭംഗിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചെറിയൊരു ഹോവർ എഫക്റ്റോടൊക്കെ കൂടിയ ബട്ടൺസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു ബട്ടൺ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന്റെ കൂടെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള അലേർട്സ്, വളരെ ഈസി ആയിട്ട് എങ്ങനെ അലേർട്സ് ക്ലാസ്സസ് ഉപയോഗിച്ചിട്ട് അലേർട്സ് വെബ്സൈറ്റിൽ കൊടുക്കാനായിട്ട് അലേർട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കോഡിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബൂട്ട്സ്ട്രാപ്പിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ബട്ടൺ ക്ലാസ്സിനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ എങ്ങനെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം, അതിനുപയോഗിക്കുന്ന ക്ലാസ് ഏതാണ് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഞാനൊരു കണ്ടെയ്നറിനകത്തായിട്ട് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ ഉള്ളില് പക്ഷെ ഞാൻ നോർമലി നമുക്ക് എങ്ങനെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒരു നോർമൽ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഇതൊരു നോർമൽ ബട്ടൺ ആണ്. ജസ്റ്റ് ടൈപ്പ് ഒന്ന് കൊടുക്കാം. ബട്ടൺ തന്നെ കൊടുത്തു. ഇത് നമുക്കൊന്ന് നോക്കാം. അല്ലേ, ഒരു സാധാരണ ബട്ടൺ നമ്മൾ HTML ക്രിയേറ്റ് ചെയ്യണം. ഒരു സാധാരണ ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ഇത് ബൂട്ട്സ്ട്രാപ്പിന്റെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബട്ടൺ എങ്ങനെ ആക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ക്ലാസ് നെയിം മാത്രം കൊടുത്താൽ മതിയാവും. അപ്പൊ തന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ആവും. അതായത് ബൂട്ട്സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യണ ബട്ടണിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് BTN, ക്ലാസ് BTN. ഇതാണ് ബട്ടണിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്. ഇത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബട്ടൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അതിനൊരു ഔട്ട്ലൈൻ ഒക്കെ വരുന്നുണ്ട്. കാരണം ബൂട്ട്സ്ട്രാപ്പിന്റെ ബട്ടൺ ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടണ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ബട്ടൺ ആണ്. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ കളറൊക്കെ കൊടുത്തെടുക്കാൻ നോക്കാം. അപ്പൊ BTN ക്ലാസ് ഉപയോഗിച്ച് നമ്മൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ബട്ടണ് വേണ്ടിയിട്ട് കളറാണ് വേണ്ടത്. അപ്പൊ ബട്ടണിന്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് BTN നമുക്ക് പ്രൈമറി ക്ലാസ് യൂസ് ചെയ്യാം. പ്രൈമറി എന്ന് പറയുന്ന ഒരു ബ്ലൂ കളറാണ്. അതെങ്ങനെ വരുമെന്ന് നോക്കാം. കണ്ടില്ലേ, അപ്പോൾ അതിലേക്ക് മൗസ് ഹോവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചെറിയൊരു ഹോവറിങ് എഫക്റ്റ് ഒക്കെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് തരുന്നുണ്ട്. ഇത്ര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബട്ടൺ ആണ് നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടുന്നത്. അപ്പം അതിന്റെ കൂടെ തന്നെ അതിന്റെ ഡിഫറെന്റ് കളേഴ്സിലുള്ള ബട്ടൺസ് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആ ഒരു ഡിഫറെന്റ് കളർ ക്ലാസ്സസ് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. അപ്പൊ അതൊന്ന് കാണിക്കാം. പ്രൈമറി, സെക്കൻഡറി, അതുപോലെ തന്നെ പിന്നെ നമുക്കുള്ളതാണ് സക്സസ്. അതിനുശേഷം വാർണിംഗ് ക്ലാസ് യൂസ് ചെയ്യാം. പിന്നീട് ഡേഞ്ചർ, അതുപോലെ തന്നെ പ്രൈമറി, സെക്കൻഡറി, വാർണിംഗ്, ഡേഞ്ചർ. നമുക്ക് ഇൻഫോ നോക്കാം. തൽക്കാലം ഇത്രയും ക്ലാസ്സസ് വെച്ച് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇത് പ്രൈമറി, സെക്കൻഡറി, സക്സസ്, വാർണിംഗ്, ഡേഞ്ചർ ആൻഡ് ഇൻഫോ. ഇനി ഇതേപോലെ തന്നെ ലൈറ്റും ഡാർക്കും എന്നൊക്കെ പറഞ്ഞുള്ള ക്ലാസ്സസും കൂടി അതേ കളേഴ്സ് ഒക്കെ കൂടി നമുക്ക് കിട്ടും. ഇത്തരത്തിലുള്ള ഡിഫറെന്റ് കളേഴ്സിലുള്ള നല്ല ഭംഗിയുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ബട്ടൺസ് നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ ബട്ടൺ ക്ലാസ് ഉപയോഗിച്ച് അതേപോലെ കളർ ക്ലാസ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഈ ബട്ടണിൽ നമുക്ക് മറ്റൊരു കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഔട്ട്ലൈൻ ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് യൂസ് ചെയ്യും. ഞാൻ ഈ ഇൻഫോ എന്ന് പറഞ്ഞ ബട്ടണിലാണ് ഔട്ട്ലൈൻ ക്ലാസ് കൊടുക്കാനായിട്ട് പോവുക.
പിന്നെ നമ്മൾ ആ ഒരു ബട്ടൺ കഴിഞ്ഞിട്ടൊരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് നെയിമും കൂടി കൊടുത്തു അതിന്റെ കൂടെ തന്നെ. അപ്പൊ അതെങ്ങനെ വരുമെന്ന് നോക്കാം. കണ്ടില്ലേ? അപ്പൊ ആ ഒരു ഫില്ല് ചെയ്തിരുന്നിരുന്ന ആ ഒരു കളർ പോയി. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ പോയിട്ട് അതിനൊരു ഔട്ട്ലൈൻ മാത്രമായി. നമ്മൾ ഈ മൗസ് എപ്പോഴാണോ അതിലേക്ക് കൊണ്ടുചെല്ലുന്നത് അല്ലെങ്കിൽ അതിലേക്ക് ഓവർ ചെയ്യിക്കുന്നത് അപ്പോൾ മാത്രം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫില്ലാവും. ആ കളർ ഉപയോഗിച്ച് തന്നെ ഫില്ലാവും. ഇത്തരത്തിൽ നമുക്കൊരു ഔട്ട്ലൈൻ ബട്ടണും കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ ഡേഞ്ചറിന് ഔട്ട്ലൈൻ കൊടുത്ത് നോക്കാം. നമ്മുടെ ആ ഒരു ഫില്ല് ചെയ്തിരിക്കുന്ന ആ ഒരു റെഡ് കളർ പോയിട്ട് ഒരു ഔട്ട്ലൈൻ മാത്രമാവും. ഇത് നമ്മൾ മൗസ് മൂവ് ചെയ്യിക്കുമ്പോൾ ആ കളർ അവിടെ ഫില്ലാവും. നല്ല ഭംഗിയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഔട്ട്ലൈൻ ക്ലാസ്സും കൂടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് സൈസ് വേരി ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് ഔട്ട്ലൈൻ ആണ്. ഇതിന്റെ സൈസ് വേരി ചെയ്യിക്കാനായിട്ട് നമുക്ക് BTN കുറച്ച് വലിയ സൈസിലാണ് വേണ്ടതെങ്കിൽ BTN LG എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗ്രിഡ് സിസ്റ്റത്തിലുള്ള ക്ലാസ്സസ് അല്ലെങ്കിൽ ഗ്രിഡ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെയൊക്കെ സൈസ് വേരി ചെയ്യിക്കാനായിട്ടൊക്കെ പറ്റും. നമുക്ക് BTN LG എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ കുറച്ച് ബാക്കിയുള്ള ബട്ടൺസിൽ നിന്ന് കുറച്ച് കൂടി ബിഗ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ LG എന്ന് പറഞ്ഞിട്ടുള്ള ഇത് LG SM എന്നൊക്കെ പറയുന്ന ബ്രേക്ക് പോയിന്റ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതേപോലെ തന്നെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് SM എന്ന് പറഞ്ഞിട്ടുള്ള ബ്രേക്ക് പോയിന്റ് കൊടുക്കാം. കണ്ടില്ലേ? ബാക്കിയുള്ള ബട്ടനെക്കാട്ടിലും ഒന്നുകൂടെ ചെറുതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ അതിന്റെ സൈസും വേരി ചെയ്യിക്കാനായിട്ട് ഓരോ ബ്രേക്ക് പോയിന്റ്സ് BTN ക്ലാസിന്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഈ ബട്ടന്റെ ഓപ്പൺ ടാഗിനുള്ളിൽ നമ്മൾ ഡിസേബിൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസേബിൾഡ് ഫോർമാറ്റിലുള്ള ആ ഒരു ടെക്സ്റ്റ് കിട്ടും. അതുകൂടെ നോക്കാം. കണ്ടില്ലേ? അപ്പൊ അതിന്റെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് അതെന്താണോ അതിന്റെ ആ ക്ലാസ് പറയണം ആ ഒരു രീതിയിലുള്ള ബട്ടൺ മാത്രമേ ഉള്ളൂ. മറ്റേ ബാക്കിയുള്ള ബട്ടൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഹോവർ എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഇത് നോക്കി നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്ന് ഡിസേബിൾഡ് മോഡിലോട്ട് ആ ബട്ടൺ മാറിയിട്ടുണ്ട്. അത് ആ ഓപ്പൺ ടാഗിനുള്ളിൽ ഡിസേബിൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പൊ ഇത്തരത്തിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ബട്ടൺസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു ക്ലാസ് ജസ്റ്റ് ഒരു ക്ലാസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ കളറൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനാണ് ബൂട്ട്സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കളേഴ്സ് വരുന്നത്. നമുക്ക് പേജസ് ഒക്കെ അല്ലെ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല വെബ്സൈറ്റിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ബട്ടൺസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് അലേർട്ട് എന്ന് പറയുന്നത്. അലേർട്ട്സ്. അപ്പം അലേർട്ട്സ് എങ്ങനെ കൊടുക്കാം, അതെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നമ്മുടെ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ സിമ്പിൾ ആയിട്ട് വെബ്സൈറ്റിൽ കൊടുക്കാൻ പറ്റണം ഡിഫറെന്റ് അലേർട്ട്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് അലേർട്ട് ക്ലാസ് ആണ്. നമുക്ക് നോക്കാം. ഇതിലായിട്ട് ക്ലാസ് ഈസ് ഈക്വൽ ടു അലേർട്ട് എന്ന് കൊടുത്തു. അലേർട്ട് എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അലേർട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു കളറും കൂടി സെറ്റ് ചെയ്യാം. നമ്മൾ ബട്ടൺ കൊടുത്ത പോലെ തന്നെ അലേർട്ട് പ്രൈമറി എന്ന് കൊടുത്തു. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാം. വെൽക്കം ഓൾ എന്ന് കൊടുക്കാം. ഇത്തരത്തിലൊരു അലേർട്ട് ബോക്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഡിഫറെന്റ് കളേഴ്സിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി നോക്കാം. ഇതിന്റെ കളേഴ്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇതൊന്നൊരു ഡേഞ്ചർ കൊടുത്തു. അതുപോലെ തന്നെ ഇതിലെല്ലാ കളേഴ്സും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ നിലയ്ക്ക് കുറച്ച് കാണിക്കും. ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് കളേഴ്സിലുള്ള അലേർട്സ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ
അലേർട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബട്ടണും അതേപോലെ തന്നെ ബൂട്ട്സ്ട്രാപ്പിന്റെ അലേർട്സും ആണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ 2 കമ്പോണൻസും പലയിടത്തും വെബ്സൈറ്റിനെ ഒന്ന് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടി, ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ വന്ന് പറയുക. അപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക് എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത്തരം വീഡിയോസ്. ഓക്കെ, താങ്ക് യു.